ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹൈഫ ഇങ്ങോട്ട് UK വരുമ്പോഴേ കുറച്ച് ആഗ്രഹങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അതായത് 1-2 സാധനങ്ങൾ കാണണം, അതുപോലെ തന്നെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണ്, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറേ രക്ഷപ്പെട്ടു. അപ്പോൾ അതിലൊരു ആഗ്രഹമാണ് ഡബിൾ ഡെക്കർ ബസ്സിൽ കയറണം പറഞ്ഞത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞങ്ങൾ ഡബിൾ ഡെക്കർ ബസ്സിൽ കയറാമെന്നുള്ളൊരു പ്ലാനിലാണ്. മുന്നിപ്പോൾ പോയി നോക്കണം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ റെസ്റ്റൻ ലേക്സ് കൊണ്ടൊരു സ്ഥലത്തേക്കാണ് നോക്കി വെച്ചിട്ട് പോകാൻ. അപ്പോൾ അവിടെ പോയി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇന്ന് തിരിച്ച് വരാമെന്നുള്ള മൈൻഡിലാണ്. പക്ഷെ നമ്മൾ ഇന്ന് ക്ലൈമറ്റ് കുറച്ച് സണ്ണി ആയിരിക്കും വിചാരിച്ചപ്പോൾ കുറച്ച് എന്താ പറയുക, റെയിനി ടൈപ്പ് ഉണ്ട്. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എങ്കിലും ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല, മഴയൊക്കെ പോയിക്കണു. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഇവിടെ നിന്ന് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കാറിൽ പോകണമെങ്കിൽ കുറച്ച് പോയാൽ മതി, പക്ഷേ ബസ്സിൽ കുറച്ച് ദൂരം പോകാനുണ്ട്. ട്രാവലിങ് ചുറ്റിയിട്ടാണ് പോവുക. അപ്പോൾ എന്തായാലും ഇന്ന് ഐഫൻ്റെ ആ ഒരു ചെറിയ ആഗ്രഹം അങ്ങോട്ട് സാധിക്കാന്നുള്ള പ്രതീക്ഷയിൽ പോകുന്നുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പോവല്ലേ? ഓക്കെ അല്ലേ? ആർ യു ഹാപ്പി? ഭയങ്കര ഹാപ്പിയാണ് ആള്. എന്തായാലും ഹാപ്പി അതുപോലെ തന്നെ ഇരിക്കട്ടെ. എന്തായാലും എങ്ങനെയാണ് ടിക്കറ്റ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പോകുന്ന വഴിയിൽ ഇങ്ങനെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളുടെ യാത്ര അവിടെ തുടങ്ങുകയാണ്. വണ്ടിയൊക്കെ അവിടെ സൈഡിൽ പാർക്ക് ചെയ്തു. ഇനി ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. കുറച്ചൊന്നുമില്ല, ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. അത് തന്നെ അവിടെ ബസ് വരുന്ന ബസ് ഡബിൾ ഡെക്കർ ആയാൽ മതിയായിരുന്നു. കാരണം ഇവിടെ സിംഗിളും ഡബിളും ഉണ്ട് ബസ്സുകൾ. അപ്പോൾ ഏതാ വരുന്ന അറിയില്ല. സിംഗിൾ വന്നതിന് അടുത്ത ഡബിളിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെന്നാണ് ഹൈഫ പറയണത്. എന്തായാലും അവളുടെ ആഗ്രഹമല്ലേ ഡബിൾ ഡെക്കറിൽ തന്നെ കയറാം. ഓക്കെ? എന്താ ഒരു ഉഷാറില്ലാത്ത? വേഗം നടക്കും. കാരണം വേഗം പോയാലേ വേഗം ബസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ബസ് പോകും. ബസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ഈ കാറിലൊക്കെ പോകുമ്പോഴേ ഭയങ്കര സുഖമാണ്, നമുക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്തൊക്കെ പോവാം. പക്ഷെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇതുണ്ടല്ലോ, ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് നമ്മൾ കറക്റ്റ് പോകണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് അതിൻ്റെ വഴിക്കാണ്ട് പോകും. എന്തായാലും ബസ്സിൽ കയറിയിട്ട് ബാക്കി ഇതാക്കാം അല്ലേ? ഞങ്ങൾക്ക് പോകാനുള്ള ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഹൈഫതാ കുറച്ച് ഓടേണ്ടി വന്നു, കാരണം ബസ് കുറച്ച് ഡിലേ ആയി. കയറിക്കോ. മേലെ തന്നെ സീറ്റ് വേണം പറഞ്ഞിട്ട് ഇതാ പോകുന്നുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തു, പക്ഷെ ഭാഗ്യമുണ്ടോ ഇല്ലെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി കുറച്ച് ഓടേണ്ടി വന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൈം ഭയങ്കര പഞ്ചലായിരുന്നു. ഒരു വന്ന ടൈമിങ് കറക്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങൾ നടന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് ബസ് വരുന്നുണ്ട്. വേഗം ഓടിക്കയറി. ഹൈഫൊക്കെ ഓടി, കാരണം ആദ്യമായിട്ട് കയറല്ലേ. ഭാഗ്യത്തിന് ഡബിൾ ഡെക്കർ ബസ് തന്നെ വന്ന് ഏറ്റതാ. ഫ്രണ്ടിൽ അവിടെ തന്നെ കയറിയിരിക്കേണ്ടതായിരുന്നു. ഫ്രണ്ടിൽ ഇതവിടായിട്ട് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പോകണം, ഏകദേശം ഒരു 1.5 മണിക്കൂർ ഉണ്ട് ഞങ്ങളുടെ ട്രാവൽ. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ലൊക്കേഷനിലോട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോഴും നോർത്താണ്ട വിട്ടില്ല, ആ ഒരു ഏരിയയിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ പണ്ട് പണിക്കൊക്കെ പോയിരുന്ന ബസ്സാണ്. കാറൊക്കെ എടുക്കുന്നതിന് മുന്നായിട്ട് ഇതിൽ X46 അല്ലെങ്കിൽ X4, X47 ഈ 3 ബസ്സാണ് മാറി ഇങ്ങനെ പോകും. അപ്പോൾ പണ്ട് റെസ്റ്റൻ ലേക്സ് പറഞ്ഞ സ്ഥലത്ത് പണിയെടുത്തിട്ടുണ്ട് സ്റ്റുഡൻറ്റ് ടൈമിൽ. അപ്പോൾ അന്നൊക്കെ എന്താ പറയുക, ഈ ബസ്സിലേക്കേ പോക്ക്. അന്ന് ഇങ്ങനെ കാറ് നമ്മുടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ ഡെയിലി രാവിലെ നീച്ച് 7 മണിക്ക് അവിടെ എത്തണം. അപ്പോൾ ഇവിടുന്നൊരു 5:30 സ്റ്റാർട്ട് ചെയ്താലാണ് അവിടെ എത്തുള്ളൂ. കാരണം കാറിലൊക്കെ പോകണമെങ്കിൽ ഭയങ്കര എളുപ്പം. ഏകദേശം ഒരു 20-25 മിനിറ്റിൽ നമുക്ക് എത്താൻ പറ്റിയ ലൊക്കേഷനിലൊക്കെ. ലൈഫിൻ്റെ ഒരു ആഗ്രഹം ആയതുകൊണ്ടാണ് മേളിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെയല്ല, ആ ഒരു എന്താ പറയുക, എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോ ഇതല്ലേ. നല്ല വ്യൂ ആണ്. കാരണം ഞാൻ പണ്ട് ഇങ്ങനെ കോളൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു കൊടുത്തൊക്കെ ഉണ്ട് സ്ഥലങ്ങളൊക്കെ. നമുക്ക് കറക്റ്റ് ഡ്രൈവർ ഇരിക്കുന്നത് തൊട്ട് മേലെ ഞങ്ങൾ ഇരിക്കുന്നത്. ഡ്രൈവറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് അതേപോലെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് പോലെയാണ് മേലെ ഇരുന്നത്. കാരണം വ്യൂകൾ ഇങ്ങനെ കാണുകയും ചെയ്യാം, അതുപോലെ തന്നെ എന്താ പറയുക, ഓരോ ഈ മേൽഭാഗത്തൊക്കെ ഇരിക്കുമ്പോഴേ മറ്റേ എന്താ പറയുക, ഒന്നുമില്ല. വൈപ്പർ സമ്മതിക്കൂല. എന്നിട്ട് ഞാൻ സംസാരിക്കില്ല. അങ്ങനെയല്ല, വൈപ്പർ എന്നുള്ള ഡ്രൈവറിന്റെ ആവശ്യമുള്ള സാധനമല്ല. അല്ല, നമ്മൾ മുമ്പിലേക്ക് നമുക്ക് കാണണ്ടേ. ഹൈഫന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ലിയർ ഇല്ല. ഭയങ്കര
ഇരിക്കുന്നുണ്ട്. എന്താ പറയുക, ആ ഒരു വ്യൂ ആണ് ഇവിടുന്ന് നോക്ക് കിട്ടുക. ഗ്ലാസ് ഒക്കെ പൊട്ടിയിരുന്നു. അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രാവല് കാണാണ്ട് ഇന്നത്തെ ആ ഒരു ക്ലൈമറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് മെയിനായിട്ട് ഗ്ലാസ് മൊത്തം ഒരു ഫോഗ് അടിച്ച പോലെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ചെറിയ അംശങ്ങളും ഉണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോവന്നെ. പോകുന്തോറും ഇങ്ങനെ പോവാം, മനസ്സിലായില്ലേ? എന്തായാലും നിന്റെ ആഗ്രഹമില്ല, നീ പറയണം അവരോട് എങ്ങനെയുണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ്, ആദ്യമായിട്ട് കയറുമ്പോൾ എങ്ങനെ ടിക്കറ്റിങ് ഇങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ നീ പറയണം. നൈസാണ്, എന്തോ റൈഡിൽ കയറിയ മൈരി ഉണ്ട്. ഇതിൽ ടിക്കറ്റൊക്കെ നമുക്ക് കോൺടാക്ട്ലെസ് ആണ് ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കയറുന്ന സമയത്ത് നമ്മൾ പറയണം. കുറേ ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് ഉണ്ട്. ഞങ്ങളെടുത്ത സിംഗിൾ റൈഡാണ്, അതായത് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ പോയി ഇറങ്ങാം. നമ്മൾ ഉദ്ദേശിച്ച സ്റ്റോപ്പ് അത്രയും ദൂരമുണ്ട്, അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കുന്നത് ബെറ്റർ. അല്ലെങ്കിൽ നമുക്ക് ഡേ റൈഡർ ഉണ്ട്, അത് ചില ബസ്സുകളിന് അപ്ലിക്കബിൾ അല്ല. അപ്പോൾ ഇങ്ങനത്തെ ബസ്സിന് അത് അപ്ലിക്കബിൾ ആയിരിക്കില്ല. അല്ലെങ്കിൽ വീക്ക്ലി റൈഡർ ഉണ്ട്, അതല്ലെങ്കിൽ മന്ത്ലി റൈഡർ ഉണ്ട്. അങ്ങനെ കുറേ ഇതുണ്ട്. അല്ലെങ്കിൽ ഗ്രൂപ്പ് റൈഡേഴ്സ്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടൊരു 4-5 പേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കായിരിക്കും ബെറ്റർ. അതൊക്കെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫെയർ ഭയങ്കര ചീപ്പാണ്. 4-5 പേര് ഒരുമിച്ച് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കവർ ചെയ്ത് പോയി കണ്ടിട്ടും കാര്യങ്ങളൊക്കെ വരാൻ പറ്റും. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടിലെ പോലെ തന്നെ എല്ലാ സ്റ്റോപ്പിലും നിർത്തി ഇതിനിങ്ങനെ ഓരോ സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിർത്തി മെല്ലെ മെല്ലെയാണ് ഇത് പോവുള്ളൂ. സ്റ്റോപ്പിലല്ലേ നിർത്തുള്ളൂ, അല്ലാതെ വൈകുന്നേരം കൈയായിട്ട് നിർത്തുള്ളൂ. അങ്ങനെയല്ല, എല്ലാ സ്റ്റോപ്പിലും നിർത്തി മെല്ലെ മെല്ലെ പോവുള്ളൂ. അല്ല, വൈക്കുന്ന കാര്യം കൈയായിട്ട് നിർത്തുള്ളൂ. അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. പിന്നെ കറക്റ്റ് ഇതിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഇവർക്ക് ഡ്രൈവറിന് കപ്പാസിറ്റി അവിടെ അറിയാൻ പറ്റും. കാരണം ഓരോ പാസഞ്ചർ കയറുമ്പോൾ അവരവിടെ എണ്ണ ആഡാക്കും. ആ കപ്പാസിറ്റി ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി വേറെ ആരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. വണ്ടി അങ്ങനെ പോകും. വണ്ടിൻ്റെ പുറത്ത് ഇങ്ങനെ ബോർഡിനും ഫുള്ളാണ്, അടുത്ത വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട് അവർ അങ്ങനത്തേക്ക് ഇതുണ്ടാകും. എക്സ്ട്രാ ആൾക്കാരിനെ അക്കോമഡേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യില്ല. ഞാൻ ഇക്കാക്ക് പണി കൊടുത്തു. അല്ല, കുറച്ച് കാണുന്ന പോലെ ആക്കാലോ, വ്യൂ ഒക്കെ കണ്ടിങ്ങനെ പോകാലോ. ഫുള്ള് ഇവിടെ ഈ സൈഡ് അത്രയൊക്കെ മതി. ഇപ്പോൾ കാണില്ല അത്യാവശ്യം. ഇല്ല, ഈ സൈഡ് തൊടിക്കുക. ഇക്കാന്റെ സൈഡ് കുറേ തൊടിച്ചിക്ക. ഇനി കാണണമെങ്കിൽ മഴ മൊത്തം നിന്നിട്ട് കുറച്ച് വെയിലൊക്കെ വരണം, എന്നാലേ ഇനി കാണാൻ പറ്റുള്ളൂ. ചളിയാണ് ഗ്ലാസ്സിൽ. ടിഷ്യൂ അവിടെ പോകുമ്പോഴത്ത് കളയാം. ഓർമ്മിപ്പിക്കാം. ഓക്കെ, ഇപ്പോഴും നമ്മൾ ഇവിടെ തന്നെ എവിടെ ഇത് ഓർമ്മയില്ല. നമ്മൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഫുൾ ക്യാമറയുള്ള റോഡാണത്. A43 ക്യാമറയുള്ള റോഡാണ് മൊത്തം. ഈ പറയല്ലേ ഒരു 4-5 ക്യാമറ, 1 2 3 4 5 ആ റോഡാണ്. അതിന്റെ ജംഗ്ഷനിലുള്ള നമ്മളിപ്പോ ഈ വണ്ടി ഇങ്ങനെ മെല്ലെ ചുറ്റിട്ടടി പോകുള്ളൂ. ഇത് കുറച്ച് ടൈം എടുക്കണം എത്താനേ. ടൈമുണ്ട്, ഇഷ്ടംപോലെ സമയമുണ്ട്. ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അടുത്തോളം സമയമുണ്ട് അവിടെ എത്താൻ. അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോ കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ മെല്ലെ പോവാം. പക്ഷെ ടിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ റഷ്യൻ ലേക്സ് കുറച്ച് കറങ്ങാൻ, ജസ്റ്റ് ഒന്ന് വാക്കിംഗ് ഒക്കെ പോയിട്ട് തിരിച്ചു വരാന്നുള്ള മൈൻഡിലാണ് കയറിയിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ബസ് കിട്ടിയത് ഏകദേശം 2 മണിയായി. ഇവിടുത്തെ വിൻ്റർ ആയതുകൊണ്ട് മുന്നേയൊക്കെ 4 മണിക്കായിരുന്നു സൺസെറ്റ്. ഇപ്പോൾ കുറച്ച് ഭാഗ്യത്തിന് അത് 5 മണി ആയിട്ടുണ്ട് സൺസെറ്റ്. നമ്മളവിടെ എത്തുമ്പോഴത്തേന് ഏകദേശം 3:45 4 മണിയൊക്കെ ആവുണ്ടാവും. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങുമ്പോൾ സൂര്യപ്രകാശം പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നും കാണാൻ പറ്റില്ല. അല്ലെങ്കിലാണ് എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ. അവിടുത്തെ കാഴ്ച എന്തൊക്കെയാ, ഒരു ലേക്ക് ഉണ്ട്. ലേക്കിന് ചുറ്റും കുറേ ഷോപ്പിംഗ് സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. നല്ലൊരു എന്താ പറയുക, ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അങ്ങനെ ഒരു സിനിമ തിയേറ്റർ, കുറച്ച് ഫുഡ് ഏരിയാസ്, കുറച്ച് ഷോപ്പിംഗ് ഏരിയാസ്, അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ അവിടെ ഉണ്ട്. പിന്നെന്താ ലേക്കിൻ്റെ അവിടെ കയാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. ഇത് വെസ്റ്റേൺ ഫേവല് ഷോപ്പിംഗ് സെൻറ്റർ. ഇങ്ങനെ ചുറ്റും ടൈം എടുക്കും. ഓളുടെ എല്ലാ ആഗ്രഹങ്ങളൊന്നും സാധിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം വിസ തീരാനായി, ഇനി 2 മാസം കൂടി ഉള്ളൂ. പക്ഷെ പണിത്തിരക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ഇതിനായിട്ട് ഇറങ്ങാൻ പറ്റില്ല. ഇടയിൽ ഒരു ദിവസം 2 ദിവസം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രം, ഇങ്ങനെ കറങ്ങാൻ പോവുക കാര്യങ്ങളൊക്കെ. എനിക്ക് ഒറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചെയ്യണം എന്നുള്ളത്. പിന്നെ പറഞ്ഞതാ ഞാൻ 2 ഇവിടെ വന്നിട്ട് ഓരോ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ കൂടി വന്നു. ഇപ്പൊ 2 അല്ല 3 അല്ല 4 അല്ല ആവട്ടെ ഇങ്ങനെ ഓരോന്നോരോന്നും കാണുമ്പോ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി കൂടി. നാട്ടില് ഡബിൾ ഡെക്കർ ഇല്ലല്ലോ, സൗദിയിലും ഇല്ല. പിന്നെ ഞാൻ കന്യാകുമാരി പോയപ്പോ കണ്ടിനി ഡബിൾ ഡെക്കർ, അവിടെ നിന്ന് തന്നെ കയറാൻ പറ്റിയില്ല.
എന്തായാലും ആ ഒരു ആഗ്രഹം ഇപ്പോൾ സാധിച്ചല്ലോ. കുറച്ചായി ഇങ്ങനെ ഡെയിലി വന്നപ്പോൾ തൊട്ട് പറയും എന്നെ എപ്പോഴും ഡബിൾ ഡെക്കറിൽ കൊണ്ടുപോകണമെന്ന്. ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക ബസ് കയറുക എന്നുള്ള ഒരു ദിവസം അങ്ങോട്ട് പോകും. കാരണം നമ്മളൊരു ലൊക്കേഷൻ പോകുക പറഞ്ഞാൽ മെല്ലെ ഇവർ പോകുള്ളൂ. നമ്മൾ കാറിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവിടെ എത്തും. ഇതിങ്ങനെ മെല്ലെ എല്ലാ സ്റ്റോപ്പിലും നിർത്തി പോയി വരുമ്പോഴത്തേനും എത്തേണ്ട ലൊക്കേഷനും ഭയങ്കര ടൈമാവും. അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയി കാഴ്ചകൾ കാണാനോ അല്ലെങ്കിൽ ഇതാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബസ് യാത്രയ്ക്ക് വളരെ കുറവാണ്. പിന്നെ വണ്ടി എടുക്കുന്നതിന് മുന്നൊക്കെ ആകുമ്പോൾ ഫുൾ ടൈം വേറെ നിവർത്തിയില്ലല്ലോ, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പോകുള്ളൂ. ഇപ്പം പിന്നെ വണ്ടി ഉള്ളതുകൊണ്ട് മാക്സിമം നമുക്ക് അതിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടൈം ലാഭിക്കാൻ പറ്റും. അല്ലാതെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. പറ്റുന്നതൊക്കെ ഇങ്ങനെ കുറച്ച് ചെയ്യാം. വിസ തീരാനായല്ലോ, ഇനിയിപ്പോൾ അടുത്തുള്ള നാട്ടിൽ പോകേണ്ടി വരും. അതിന് നമ്മൾ പറ്റുന്ന പോലെയൊക്കെ കുറച്ചായിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ ഹാപ്പി അല്ലേ? ഞങ്ങളങ്ങനെ ഏകദേശം ഒരു പകുതി ദൂരം പിന്നിട്ട് വെല്ലിംഗ്ബ്രോ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ വെല്ലിംഗ്ബ്രോ ഒരു ടൗണാണ്. നോർത്താംപ്ടൺ തന്നെ വേറൊരു ഭാഗമാണ്, അതിന് 8 എന്ന് പറയും. ഇവിടെ വണ്ടി കുറച്ച് നിർത്തി ഇവിടുന്ന് വേണം അടുത്തോട്ട് പോകാൻ. ഇതിൻ്റെ ഇടയത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, അത് കാണിക്കാൻ വേണ്ടി ക്യാമറ എടുത്തപ്പോൾ ഹൈഫോണിൻ്റെ സന്തോഷം എല്ലാവരും വിളിച്ചറിയിക്കുന്ന തിരക്കിലായിരുന്നു. ആദ്യമായിട്ട് ഡബിൾ ഡെക്കറിൽ കയറുന്നതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിന് കാണിച്ചു കൊടുക്കാനും നമുക്ക് മെയിനായിട്ട് അതാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക കാര്യം നമ്മുടെ സന്തോഷങ്ങൾ അവരെല്ലാം അറിയിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ ക്യാമറ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞങ്ങളിവിടെ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടി, ഇനി ഇവിടുന്ന് ഇങ്ങനെ പോകണം. വേണ്ട, വണ്ടി ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇവിടെ എടുക്കണം. ഇതൊരു ഇൻ്റർചേഞ്ച് ആണ്. ഇവിടെ ജസ്റ്റ് വണ്ടി ഇവിടെ കുറച്ച് നേരം നിർത്തും. അത് നിർത്തിയിട്ട് നല്ല പിന്നെ ഇവിടെ നിന്ന് ഹൈഫ് പറഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ ഒരു ഡബിൾ ഡെക്കർ നിൽക്കുന്നുണ്ട്. ഡബിൾ ഡെക്കർ അവിടെ കുറേ ഉണ്ട്, കുറേ ഡബിൾ ഡെക്കറും സിംഗിൾ ബസ്സുകളൊക്കെ. ഫ്രണ്ടിൽ നിൽക്കണ ഒന്നുള്ളൂ. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ നോർത്താംപ്ടണിൽ കുറേ ഉണ്ടെന്നാ പറഞ്ഞത്. നോർത്താംപ്ടണിൽ ഒന്നുള്ളൂ. അപ്പോൾ നമ്മൾ വന്ന ഡബിൾ ഡെക്കർ അല്ലേ, അവിടെ നിൽക്കുന്ന ഡബിൾ ഡെക്കർ അല്ലേ. ഇടയിൽ കുറേ ഒന്നും നീ കണ്ടില്ല അങ്ങോട്ട് പാസ് ചെയ്യണതൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. ഇതിപ്പോൾ എന്താ വെച്ചാൽ എല്ലാം ഒരു കമ്പനീൻ്റെ കെയർ ഓഫ് ലെവൽ. ഇവിടെ ഇങ്ങനെ വെച്ചാൽ ഒരു ടെൻഡർ എടുക്കുക ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ KG കോച്ച് പറഞ്ഞ ടീമാണ് ടെൻഡർ എടുത്തിരിക്കുന്നത്. അവരാണ് ബസ് സർവീസും കാര്യങ്ങളെല്ലാം നടത്തുക. അപ്പോൾ അവിടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന് 4A1 ഒരു ബസ്സുണ്ട്. പണ്ടത് യുനോവർ കമ്പനിയായിരുന്നു, പിന്നെ സ്റ്റേജ് കോച്ച് ടേക്ക് ഓവർ ചെയ്തു. അപ്പോൾ അതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി അക്കോമഡേഷൻസ് ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ അവിടുന്ന് ബസ് യൂണിവേഴ്സിറ്റിക്ക് എത്തിക്കും. അപ്പോൾ സ്റ്റുഡൻസിന് അവരുടെ ID കാർഡും കാര്യങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ താമസിക്കുന്ന സ്റ്റുഡൻസിന് എനിക്ക് പണ്ടൊക്കെ അവർക്ക് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ മാറ്റങ്ങൾ, ഇപ്പോൾ സ്റ്റേജ് വെച്ച് എടുത്തുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് പ്രൈവറ്റായിട്ട് വേറെ ബസ്സുകളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരു ഇതിൻ്റെ അണ്ടറിൽ, ഇപ്പോൾ സ്റ്റേജ് കോച്ചിൻ്റെ അണ്ടറിലാണ് ഇവിടെ നോർത്താംപ്ടണിലുള്ളത്. അതുപോലെ ഓരോ സിറ്റീസിലും ഓരോ ലൊക്കാലിറ്റീസിലും ഓരോ ബ്രാൻഡ്സ് വേറെ ഉണ്ടാവും. ഇപ്പോൾ അറൈവ് അല്ലെങ്കിൽ മറ്റേ നാഷണൽ എക്സ്പ്രസ് അങ്ങനെ ഓരോ ഡിപ്പെൻസ് ആയിട്ട് ഓരോ സിറ്റീസിലും കാര്യങ്ങളും അങ്ങനെയാണ് വരിക. വേണ്ട, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടി കാത്തു നിൽക്കണം ഒരാൾ, മറ്റേ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര വട്ടത്തോ ഇപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത്. അപ്പോൾ ചോക്ലേറ്റ് ഷുഗർ ഡയറ്റിൻ്റെ ആളാണ്. പക്ഷെ എന്താ വെച്ചാൽ ചോക്ലേറ്റ് കണ്ടിട്ട് ഡയറ്റും ഇല്ല ഒന്നുമില്ല, എല്ലാം അങ്ങോട്ട് മറന്നു പോകും. ക്യാമറ തിരിച്ച് വെക്കത്തിൽ നൈസായിട്ട് ഞാനൊന്ന് നൈസായിട്ടൊന്ന് അല്ലേ നമ്മളെപ്പോഴും വേണ്ട പറഞ്ഞു. നമുക്ക് അവർ കഴിക്കുമ്പോൾ അവരുടെ ഇങ്ങനെ വേണം. ഇതാണ് ഈ വെല്ലിംഗ്ബ്രോ ടൗണിൻ്റെ ഒരു ഭാഗം. ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഇങ്ങനെ വണ്ടി. എവിടെയെങ്കിലും ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പം പോയിട്ട് അവള് നമ്മുടെ പേര് എഴുതി വെക്കും. അതിനെ വായിക്കണ ഇവിടെ ഇങ്ങനെ എല്ലാ സ്റ്റോപ്പിലും നിർത്തി വണ്ടി ഇങ്ങനെ മെല്ലെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കാണെങ്കിൽ ഇരുന്നും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ എത്തുമ്പോൾ അറിയാം നാഷണൽ ലൈറ്റ്സ് കാണാൻ പറ്റില്ല എന്നൊക്കെ. ഞങ്ങളങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകണം. കുറേ ഒന്നും വീഡിയോ എടുത്തില്ല, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ അതിലിങ്ങനെ ആസ്വദിച്ചിങ്ങനെ ഇരുന്നു. ആ യൂറോപ്പിൻ്റെ ഭംഗിയും കുറേ നമുക്ക് ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്ന പോലെ രണ്ട് സൈഡ് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. ഇപ്പം നമ്മൾ ഏകദേശം അടുത്തൊരു വില്ലേജ് എത്തി.
എന്തായാലും ഈ ബസ്സിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ അങ്ങനെ പോയില്ല. ഞാൻ X47 പിന്നെ X4 പോയിട്ടുണ്ട്. X46 എടുത്തിരുന്നത്. ഇത് കുറച്ചും കൂടി ചുറ്റിയിട്ടേ പോകുള്ളൂ ടൗണുകളുടെ. എനിക്ക് തോന്നുന്നു 3-4 ടൗണിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചുറ്റേണ്ടി തോന്നുന്നു ബസ്. നമുക്ക് എത്താൻ കുറച്ച് ടൈം എടുക്കും. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഓരോ ബസ് സ്റ്റോപ്പിലും നമുക്ക് നാട്ടിലത്തെ പോലെ എല്ലാ ബസ്സും നിർത്തില്ല. എല്ലാ ബസ് സ്റ്റോപ്പിൽ നമുക്കൊരു ബോർഡ് ഉണ്ടാവും, ഒരു വൈറ്റ് ബോർഡ്. അതിലിങ്ങനെ താഴത്ത് ഓരോ ബോക്സിലായിട്ട് ഓരോ ബസ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ ഏത് ബസ്സാണോ നിർത്തുന്നത് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ X46 കയറിയിരിക്കുന്നത്. അപ്പോൾ ഈ X46 എഴുതിയ ആ ഒരു സ്റ്റോപ്പിൽ മാത്രമാണ് ഇവർ നിർത്തുള്ളൂ. അതേപോലെ വേറെയും ബസ് ഉണ്ടാവും, 1, 2, 3, 4 അങ്ങനെ കുറേ തരം ബസ് നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ ഓരോ ലൊക്കേഷനിലും ഓരോ ടൈപ്പാണ് ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാവുക. അപ്പോൾ ആ സ്റ്റോപ്പുകളിൽ ഉള്ള ബസ് മാത്രമേ അവിടെ നിർത്തുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ട ബസ്സുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ ലൊക്കേഷനിൽ പോയിട്ട് കയറേണ്ടി വരും. അപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഈ ബസ്സില്ല. അത് ടൗൺ സെൻറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അവിടുന്ന് കാറിൽ വന്ന് കാറ് ഞങ്ങൾ വേറെ സ്ഥലത്ത് നിർത്തി. പിന്നെ അവിടെ നിന്നാണ് ഈ ബസ് ഞങ്ങൾ കയറുന്നത്. അങ്ങനത്തെ ഓരോ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇതുവരെ എന്താ വെച്ചാൽ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ കുറേ ടൈപ്പ് ഓഫ് ടിക്കറ്റ്സ് ഉണ്ട്. ഡെയിലി റൈഡർ ഉണ്ട്, മറ്റേ വീക്ക്ലി ഉണ്ട്, മന്ത്ലി ഉണ്ട്, അല്ലെങ്കിൽ സിംഗിൾ റൈഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചൂസ് ചെയ്യുക വെച്ചാൽ നമ്മുടെ ആവശ്യം വെച്ചിട്ടാണ്. ഞാൻ പണ്ട് ഇങ്ങനെ മന്ത്ലിയും വീക്ക്ലിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി ഇല്ലാത്ത സമയത്ത്. അപ്പോൾ എങ്ങനെയാ വെച്ചാൽ നമുക്ക് വൺസ് അത് റീചാർജ് ചെയ്യാം, നമുക്ക് തന്നെ റീചാർജ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ നമുക്ക് ഇവരുടെ ആപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സ്റ്റേജ് കോച്ചായിരുന്നു, സ്റ്റേജ് കോച്ചിൻ്റെ ആപ്പ് ഉണ്ട്. ആ ആപ്പിലൂടെ നമുക്ക് പാക്കേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നാട്ടിലൊക്കെ മറ്റേ KSRTCയിലൊക്കെ കൊടുക്കുന്നില്ല കാർഡ്, അതുപോലത്തെ ഒരു കാർഡ് ഉണ്ടായിരുന്നു മറ്റേ സ്റ്റേജ് കോച്ചിൻ്റെ. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേഴ്സിൽ ഇവിടെ ഉണ്ടത്. അപ്പോൾ ആ കാർഡിൽ നമ്മൾ റീചാർജ് ചെയ്തതിന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് നമുക്കിങ്ങനെ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി റീചാർജ് ചെയ്ത് ടാപ്പ് ചെയ്ത് നമുക്കിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ബെനിഫിറ്റാണ്. ഇപ്പോൾ വണ്ടി ഇല്ലാത്തവരും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് ആയിരിക്കും അത്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ഏകദേശം ഞങ്ങൾ റെസ്റ്റൻ ലൈസിൻ്റെ അവിടെ എത്താനായി. ഈ റൗണ്ട് ബോട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ റെസ്റ്റൻ ലൈസാണ്. ആ കാണുന്നതാണ് റെസ്റ്റൻ ലൈസിൻ്റെ ബസ് സ്റ്റോപ്പും കാര്യങ്ങളും അവിടെയാണ്. അവിടെ കൊണ്ടുപോയി വണ്ടി നിർത്തുന്ന കോസ്റ്റൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പിന്നെ കാൽനട യാത്ര. ഓക്കെ അല്ലേ? അപ്പോൾ വി ആർ അറ്റ് അവർ ഫൈനൽ സ്റ്റേഷൻ. ഇനി ഇവിടുന്ന് കുറച്ച് നേരം കറങ്ങി എന്നിട്ട് വേണം തിരിച്ച് പോകാൻ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്രയായി കഴിഞ്ഞു. ഇതാണ് ഞങ്ങൾ വന്ന ബസ് ഡബിൾ ഡെക്കർ ബസ്സിലൂടെ വന്നു. ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ യാത്രയൊക്കെ? ഇഷ്ടമായോ? നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? ഇഷ്ടമായോ? ശരിക്കും ഇഷ്ടമായോ? പറ, നേരാണോ പറ. എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? വൈപ്പർ അത് നമുക്ക് കുറച്ച് കൗൺസിലിനോട് പറയാം കേട്ടോ. ഐഫിൻ്റെ പ്രത്യേകമുള്ള റിക്വസ്റ്റ് ആണെന്ന്. അപ്പോൾ എന്തായാലും യാത്രയൊക്കെ ഞങ്ങൾക്ക് ഞാനും കുറച്ച് കാലത്തിന് ശേഷം ബസ്സിൽ കയറുന്നത്. വണ്ടി ഉള്ളതുകൊണ്ട് ബസ്സിനൊന്നും അങ്ങനെ പോക്കില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇവിടെ നിന്നിപ്പോൾ ലേക്സ് ഒന്ന് കറങ്ങണം. അപ്പോൾ എന്തായാലും ഐഫിൻ്റെ ഈ ഒരു സന്തോഷം ഇനിയും തുടരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ലേക്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഇതന്നെ അത്യാവശ്യം ലോങ് ആയി. അപ്പോൾ ഓക്കെ ഗായ്സ്, എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ബൈ.